മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPM-ന്റെയും അവസാന തടവായിരുന്നു സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോട്ടോ വിവാദം. അടവ് മാത്രമല്ല, ഗതികേട് നിൽക്കുമ്പോൾ ഒരു നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയായിരുന്നു അത്. പക്ഷെ എല്ലാം ചീറ്റിപ്പോയി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയെ വെച്ച തുലാഭാരം തൂക്കാൻ വന്ന CPM-ന് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പണിക്ക് നിൽക്കുമോ? സോണിയാഗാന്ധിയുടെ വീട്ടിൽ തങ്ങിയിട്ടാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച തന്നെ നടത്തിയത് എന്നൊക്കെയാണ് ഒരു CPM നേതാവ് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നത് കേട്ടത്. അപ്പോൾ അത്രയ്ക്കും അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആരെ കിട്ടിയാലും അപകടത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് കരുതി ചെയ്തതാണിതൊക്കെ. പക്ഷേ സംഭവം കയ്യിന്ന് പോയി. സോണിയാഗാന്ധിക്ക് സ്വർണ്ണക്കച്ചവടക്കാരനുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ടുന്ന ഒരാവശ്യമില്ല എന്ന് ജനങ്ങൾ തന്നെ ചിരിച്ചുകൊണ്ട് പറയുന്നു എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. മാത്രമല്ല, ഈ ഫോട്ടോ എടുത്തതെല്ലാം 2012-ലായിരുന്നു. അന്നാണ് അടൂർ പ്രകാശ് സ്ഥലം MLA ആയിരുന്നത്. അന്ന് തനിക്ക് തൊട്ടിരുന്നത് ശബരിമലയിലെ കീഴ്ശാന്തി ഒക്കെ ആയിരുന്ന പോറ്റിയാണ് എന്നൊക്കെ തോന്നിപ്പോയി. യഥാർത്ഥത്തിൽ ഈ പോറ്റിയെ കള്ളനാക്കിയത് പിന്നീടാണ്. 2016-ൽ പിണറായി ഒന്നാം സർക്കാർ വന്ന് അതിൽ കടകംപള്ളി ദേവസ്വം മന്ത്രിയായി. ഈ പറയുന്ന പത്മകുമാറും N വാസുവും ഒക്കെ ദേവസ്വം പ്രസിഡന്റും ഒക്കെ ആയതിനു ശേഷമാണ് പോറ്റി യഥാർത്ഥ കള്ളനായി മാറുന്നത്. അതായത് 2018-19 മുതൽ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്ന് പുരാവസ്തുക്കൾ അടിച്ചു മാറ്റുന്നതിന്റെ ഭാഗമായി ശബരിമലയിൽ ഒരു ഏജന്റിനെ വേണമെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ശബരിമലയിൽ അകത്തും പുറത്തും കടക്കാനുള്ള അധികാരത്തിലുള്ള ഒരാളെ അതിന് കിട്ടുമ്പോഴാണ് ഇവരുടെ കാര്യങ്ങൾക്ക് വിശ്വാസ്യത കൂടിയത്. അതിനാണ് പോറ്റി അവർ ഉപയോഗിച്ചത് ആദ്യം. പിന്നീട് കാര്യങ്ങളെല്ലാം പോറ്റി തന്നെ നിയന്ത്രിച്ചു. അത് പ്രകാരമാണ് ശബരിമലയിൽ പോറ്റിയെ ഉപയോഗിച്ച് തട്ടിപ്പ് തുടങ്ങിയത്. ബാക്കി ജനങ്ങൾ ഊഹിച്ചാൽ മതി. ആ പാരഡി പാട്ടിൽ പറഞ്ഞതുപോലെ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയത് ശബരിമലയിൽ പോറ്റിയാണെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിൽ ആരൊക്കെയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ മനസ്സിലാകും. ഏതായാലും പോറ്റിയെ ഉപയോഗിച്ച് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടത്തിയത് ആദ്യം പിണറായി വിജയനെ ഇതെല്ലാം അറിയിച്ചിരുന്നുവോ എന്നറിയില്ല. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാനും കഴിയില്ല. അറിയിക്കാതെയാണോ ഈ സ്വർണ്ണക്കൊള്ള തുടങ്ങിയതൊന്നും അറിയില്ല. പക്ഷേ പിണറായി വിജയൻ വല്ലാതെ ഭയക്കുകയാണിപ്പോൾ. ഒരാൾക്കെതിരെയും നടപടിയെടുക്കുന്നില്ല. പാർട്ടിയിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും പിണറായി വിജയൻ ഒറ്റപ്പെട്ടു പോവുകയാണ്. കള്ളന്മാരെ സംരക്ഷിക്കുന്നതിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ അദ്ദേഹം ഒറ്റപ്പെടുന്നത്. സത്യത്തിൽ ശബരിമലയിൽ നിന്ന് സ്വർണം കവർന്ന 2 CPM നേതാക്കൾ ഇന്നും ജയിലിലാണ്. അത് മറച്ചു വയ്ക്കുവാനുള്ള ശ്രമമാണ് ഈ ഫോട്ടോ വിവാദം മുഖ്യമന്ത്രി തന്നെ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി സോണിയാഗാന്ധിയെ വെച്ച് ഈ നിലവാരം കുറഞ്ഞ ഒരു വാർത്താ സമ്മേളനം നടത്തി സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചെയ്തതെന്നൊക്കെയാണ് പ്രതിപക്ഷം പറയുന്നത്. അത് ജനങ്ങൾക്ക് പിടികിട്ടിയത്രേ. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള പോറ്റിയുടെ ഫോട്ടോ പുറത്തു വന്നു എന്ന് കരുതി മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയാണെന്ന് പ്രതിപക്ഷം പോലും പറയാതിരിക്കുമ്പോഴാണ് സോണിയാഗാന്ധിയുടെ പേരുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നത്. ഇത് തന്നെ അദ്ദേഹത്തിന്റെ വെപ്രാളത്തിന്റെ ഒരു ദൃഷ്ടാന്തമാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പക്ഷെ ജനങ്ങൾക്കൊരു സംശയവുമില്ല, അവരാരും ചിരിച്ചു തള്ളുന്നുമില്ല. സോണിയാഗാന്ധിക്ക് പോറ്റി എങ്ങനെ അറിയാം? സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോറ്റി പോയത് എന്തിനാണ്? സോണിയാഗാന്ധിക്ക് പോറ്റിയെ പരിചയപ്പെടുത്തിയത് ആരാണ്? എന്ത് പേരിലാണ് പരിചയപ്പെടുത്തിയത്? എന്തിനാണ് വലിയ സുരക്ഷയുള്ള Z കാറ്റഗറി സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വെറും ഒരു പരികർമ്മിക്ക് എത്താൻ കഴിഞ്ഞത്? സോണിയാഗാന്ധി ഒരു ഹിന്ദു വിശ്വാസിയല്ല. സോണിയാഗാന്ധി ഹിന്ദു വിശ്വാസം പിന്തുടരുന്ന ഒരാളല്ല. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അടുത്തെത്താൻ കഴിയുന്നത്? ഇനി അടൂർ പ്രകാശ് പറയുന്നു, എന്നോട് പറഞ്ഞ് അപ്പോയിന്റ്മെന്റ് എടുത്തപ്പോൾ ഞാനൊന്ന് കൊണ്ടുപോയി എന്ന് മാത്രമാണ്. സോണിയാഗാന്ധിയുടെ അടുത്ത് ചെല്ലാൻ വേണ്ടി മാത്രമുള്ള എന്ത് ബന്ധമാണ് സോണിയാഗാന്ധിക്ക് പോറ്റിക്ക് തമ്മിൽ ഉണ്ടായത്? അടൂർ പ്രകാശിന് അത് അറിയില്ല എന്ന് അടൂർ പ്രകാശ് പറയുന്നുണ്ടെങ്കിൽ അത് ആദ്യത്തെ പച്ച നുണയാണ്. കൃത്യമായി കോൺഗ്രസ് നേതാക്കൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്താ പറയുക, പിണറായി വിജയന്റെ അടുത്ത് നിന്ന് ഒരു ഭീമ ജ്വല്ലറിയുടെ പരസ്യവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. സ്വാഭാവികമായും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ശബരിമലയിലെ ഒരു പരികർമ്മിയാണ്. അയാൾ നിൽക്കുന്നത് കണ്ടാൽ പരികർമ്മിയായിട്ടൊന്നും തോന്നില്ല, ഒരു വലിയ വ്യവസായിയായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നും. ഒരു ആംബുലൻസ് പോലീസിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തതാണ്. അതിൽ അയാളോടൊപ്പം മുഖ്യമന്ത്രി സംസാരിക്കുന്നതോ ചിരിക്കുന്നതോ ഒക്കെയുള്ള ഫോട്ടോ കാണും എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ അതുമായി ബന്ധമുണ്ട്. ഇപ്പൊ CPM-ലെ പലരും പിണറായി വിജയൻ അറിയാതെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
എന്തെല്ലാം അടിച്ചു മാറ്റലൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ പിണറായി വിജയൻ അറിഞ്ഞിട്ടാണോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് പിന്നെ പറയാൻ പറ്റാത്ത കാര്യമാണ്. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയ പരിചയമുണ്ട്, ബന്ധമുണ്ട്, ഇതൊക്കെ അന്വേഷിക്കേണ്ടത് ഒന്നുകിൽ എസ് ഐ ടി അത് അന്വേഷിക്കുമോ എന്നുള്ളത് അവർക്ക് പരിമിതികളുണ്ട്. കാരണം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള പിണറായിയെ ചോദ്യം ചെയ്യാൻ അവർക്ക് അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് ഇത് CBI പിന്നെ മറ്റ് കേന്ദ്ര ഏജൻസികളോ അന്വേഷിച്ചാൽ ഒരുപക്ഷെ ഇതിന് കൃത്യമായ വിവരം കിട്ടുമായിരിക്കാം. ഈ ഭീമ ജ്വല്ലറിയുടെ ഉടമ അല്ലെങ്കിൽ അത്തരമൊരു സ്വർണ്ണ വ്യാപാരിക്ക് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. എന്താണ് ഭീമ ജ്വല്ലറിയുടെ അല്ലെങ്കിൽ ഭീമ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട ആളെ ഇതിൽ പറയാത്ത? സോണിയാഗാന്ധിയുടെ പേര് പറയുന്നുണ്ട്, ആന്റണിയുടെ പേര് പറയുന്നുണ്ട്, അടൂർ പ്രകാശിന്റെ പേര് പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പറയുന്നുണ്ട്, കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ പേരുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ശബരിമല തന്ത്രിയെ വിളിച്ചാൽ ശരി, മേൽശാന്തിയെ വിളിച്ചാൽ ശരി, ദേവസ്വം ബോർഡ് മെമ്പർമാരെയോ ദേവസ്വം ബോർഡ് ജീവനക്കാരെയോ ദേവസ്വം ബോർഡ് മന്ത്രിയെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒക്കെ വിളിച്ചാൽ അതൊക്കെ. ശബരിമലയിൽ വെറും ഒരു പരികർമ്മിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഭീമ ജ്വല്ലറിയുടെ മുതലാളിക്ക് എന്താണ് ബന്ധം? ഭീമ ജ്വല്ലറിയുടെ മുതലാളിക്ക് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എങ്ങനെ അറിയാം? ആരാണ് പരിചയപ്പെടുത്തിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി വെറും ഒരു പരികർമ്മിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു ആംബുലൻസ് ഒക്കെ സംഭാവന ചെയ്യാൻ എങ്ങനെയാണ് അധികാരം? എന്താണ്? പോട്ടെ, അത് ഭീമ ജ്വല്ലറിയുടെ മുതലാളിയുമായുള്ള ബന്ധത്തിന്റെ പുറത്തൊന്ന് പറയാം. ആ ബന്ധത്തിന്റെ പുറത്ത് എങ്ങനെയാണ് വെറും ഒരു പരികർമ്മിയായ ഇയാൾ എങ്ങനെയാണ് അവിടെ എത്തിയത്? അപ്പോ ഭീമ ജ്വല്ലറിയുടെ MDയും ഈ ചോദ്യത്തിന്റെ പരിധിയിലൊക്കെ വരില്ല. ചാനലുകാർ ആരും ഇത് പറയില്ല, കാരണം അവർക്ക് പരസ്യം വേണം. എന്തെങ്കിലും മിണ്ടിപ്പോയാൽ പിന്നെ ആ പരസ്യം കിട്ടില്ല. ഭീമ ജ്വല്ലറിയുടെ കോടിക്കണക്കിനുള്ള പരസ്യം ചാനലുകൾക്ക് കിട്ടില്ല. അതുകൊണ്ട് അവരിതെല്ലാം മാറ്റിവെക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരസ്യമല്ല, വിശ്വാസമാണ് വലുത്. പരസ്യം യൂട്യൂബുകാർക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വിശ്വാസമാണ് വലുത്. അയ്യപ്പനെ കട്ട് തിന്നത് ഏത് വമ്പനായാലും ഏത് കൊലകൊമ്പനായാലും അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അയ്യപ്പന്റെ സ്വത്ത് അപഹരിച്ച അത് സാധാരണക്കാരന്റെ സ്വത്താണ്, അത് സാധാരണക്കാരന്റെ വിയർപ്പാണ്. സാധാരണക്കാരൻ 41 ദിവസം വ്രതമെടുത്ത് കല്ലും മുള്ളും ചവിട്ടി അയ്യന്റെ സന്നിധാനത്തെത്തുമ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് കാണാൻ അനുവദിക്കാതെ ചന്ദനം ദൂരെ നിന്ന് എറിഞ്ഞ് പറഞ്ഞു വിടുന്ന പോറ്റിയും തന്ത്രയും മേൽശാന്തിയും ഒക്കെ ഭരിക്കുന്ന ശബരിമലയിൽ ഒരൊറ്റ ചോദ്യമേ സാധാരണക്കാരന് ചോദിക്കാറുള്ളൂ: അയ്യപ്പനെ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് തൂക്കി വിറ്റത്? അയ്യപ്പനെ നിങ്ങൾ എത്ര കോടിക്കാണ് കടല് കടത്തിയത്? യഥാർത്ഥത്തിൽ ശബരിമലയിൽ അയ്യപ്പൻ ഉണ്ടോ? അയ്യപ്പന്റെ ചൈതന്യം അവിടെ ഉണ്ടാകാം. നിങ്ങൾ വിചാരിച്ചാലൊന്നും ആ ചൈതന്യത്തെ ലോകത്തൊരിടത്ത് കൊണ്ടുപോയും ഒരു മാർക്കറ്റിലും വിൽക്കാൻ കഴിയില്ല. അയ്യപ്പന്റെ വിഗ്രഹം അതവിടെ ഉണ്ട്. ഒരിക്കൽ തീയിട്ട് നശിപ്പിച്ചതിന് ശേഷം ആ തീയിട്ട് നശിപ്പിച്ചവർക്കൊക്കെ കിട്ടിയതിന്റെ ഫലം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോ ഈ സ്വർണ്ണ വ്യാപാരി അടക്കമുള്ളവരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല, എന്തുകൊണ്ട് വിളിപ്പിക്കുന്നില്ല? അവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇതൊന്നും ആർക്കും അറിയണ്ട. എല്ലാവർക്കും എന്താ പറയുക, രക്ഷപ്പെടണം. അതിന് സോണിയാഗാന്ധിയുടെ ഒപ്പം നിന്നു, പിണറായി വിജയന്റെ ഒപ്പം നിന്നു, അടൂർ പ്രകാശിനോടൊപ്പം എല്ലാവരുടെ ഒപ്പവും പോറ്റിയുണ്ട്. എങ്ങനെ നിങ്ങൾക്കൊക്കെ പോറ്റിയെ പരിചയം? സാധാരണക്കാരനെ വഞ്ചിച്ച് അയ്യപ്പനെ വിറ്റോ? ഇത് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിക്കോളും.